ഹായ് ഹലോ എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതെ, ഞാനിന്ന് ഞങ്ങളുടെ അടുക്കള പരിചയപ്പെടുത്തുകയാണ്. അടുക്കളയിൽ ഞാൻ ചെയ്യുന്ന വിദ്യകൾ എങ്ങനെയൊക്കെ ഞങ്ങളുടെ ചെറിയ അടുക്കള നീറ്റാക്കി ഇടണേന്ന് കേട്ടോ. വലിയ നീറ്റ്നെസ്സൊന്നുമില്ല, എന്നാലും എൻ്റെ ചെറിയ ചെറിയ ട്രിക്കുകൾ. ഏറ്റവും ആദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതേ മഴയുണ്ടാ, മഴ ആയതുകൊണ്ട് ഇതേ ഇരുട്ടത്തൊക്കെ ഞാൻ പിടിക്കുന്നത് വീഡിയോ. പെരുമഴയാണ് നമുക്ക് ഇന്ന്. ദേ ഞാൻ വലിയ ഇതിൽ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞപ്പോൾ ദേ പെരുമഴയായി. ഇതേണ്ട ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കട്ടെ. ആദ്യം തന്നെ നമ്മൾ ചവിട്ടിയിടണം. എന്താണെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഭയങ്കര അഴുക്കുണ്ടാവും എപ്പോഴും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അടുക്കളയിൽ നിന്ന് ചവിട്ടി നമ്മൾ എന്നിട്ട് പറയണേ ഒരു വാതിക്ക ഒരു ചവിട്ടി ഇടാം. മാറ്റ് ഇടണത് നല്ലതായിരിക്കും. കാരണം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ അടുക്കളയിൽ നിന്നൊക്കെ ചവിട്ടി ഓരോ എന്തെന്ന് പറയണേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം വെള്ളമൊക്കെ യൂസ് ചെയ്യണതല്ലേ നമ്മൾ അടുക്കളയിൽ. അപ്പോൾ ആ വെള്ളമൊക്കെ വേറെ മുറികളിലേക്ക് ആകാതിരിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ചവിട്ടി ഇടണത് നല്ലതാണ്. കണ്ട വാതിലിൻ്റെ അവിടെ ഒരു ചവിട്ടി ഇടാം. പിന്നെന്താ, ഞാൻ വേറെ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിത്തൊലിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഞങ്ങളുടെ മമ്മിയുടെ അടുത്ത് ഇടി കൂടുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മമ്മി പാവം വയസ്സായവർക്ക് അങ്ങനെയല്ലേ പെട്ടെന്ന്. അതുപോലെ ഞങ്ങളുടെ ഡാഡിക്ക് ഇത്തിരി ചിട്ട കൂടുതലാണ്. പെട്ടെന്ന് കറി വേണം. ഇപ്പോൾ 12 മണിക്ക് ചോറ് വേണം, 9:30 ബ്രേക്ക്ഫാസ്റ്റ് വേണം. അങ്ങനെ ഭയങ്കര ചിട്ടക്കാരനാണ്. അപ്പം മമ്മി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇടും. പക്ഷേ എനിക്കതിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ട്രിക്കാണ് ഇത്. കണ്ട ദേ ഒരു കുഞ്ഞു മേശയുണ്ട് ഞങ്ങൾക്ക് അടുക്കളയിൽ. അപ്പം അതിൻ്റെ മുകളിൽ ഇത് കണ്ട പേപ്പർ പേപ്പർ വിരിക്കും. വേറെ ഒന്നും വിരിക്കരുത് കേട്ടോ. തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പേപ്പർ വിരിക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക അടുക്കളയിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടാകുമല്ലോ. ഞങ്ങൾക്ക് ഇതേ ഇത്രയും സ്പേസുള്ളൂ. ഞങ്ങളവിടെ നിറച്ച് പാത്രം വെച്ചേക്കേ. ഇങ്ങനെയുള്ള സ്പേസിലൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കണം, പച്ചക്കറിയൊക്കെ അരിയണ സ്ഥലത്ത് നമ്മളിങ്ങനെ പേപ്പർ വിരിക്കാം. പേപ്പർ വിരിച്ചിട്ട് പച്ചക്കറിയും എല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ അരിയുക. അരിയുമ്പോൾ എന്താണ് തൊലിയൊക്കെ വീഴണത് ഈ പേപ്പർ അങ്ങ് വീഴുമ്പോൾ പേപ്പർ അങ്ങ് ചുരുട്ടി വേസ്റ്റ് ബോക്സിലിട്ടാൽ പോരെ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് കത്തിച്ചളയണം. സംഭവം തീർന്നില്ലേ. അപ്പോൾ എപ്പോഴും അടുക്കള നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ എന്താ അതെ വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ പെട്ടെന്ന് തുടച്ചതാണ്. ഇരുട്ടത്ത് ഇത്രയും നേരം കറണ്ട് ഉണ്ടായില്ല. വേണ്ട, എപ്പോഴും ഗ്യാസ് സ്റ്റവ് നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷം. മനസ്സിലായില്ലേ, മനസ്സ് സന്തോഷത്തിലിരിക്കും. കാരണം ഒരു എന്തെന്ന് പറയണേ പെട്ടെന്ന്. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, പെട്ടെന്ന് കറി വെക്കാൻ പോവുകയും ചെയ്യരുത്. നമ്മൾ കുക്കിംഗ് ആസ്വദിച്ച് ചെയ്യണം. എന്തൊരു കുഞ്ഞി ചായ ഉണ്ടാക്കണ പോലെ ആസ്വദിച്ച് ചെയ്ത് നോക്കി. അത് അപ്പം നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും, നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു കറി ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ എന്താ പറ്റണേ മഞ്ഞൾപ്പൊടി ഇവിടെ വീണ്, മുളക് പൊടി ഇവിടെ വീണ്, മനസ്സിലായില്ലേ. അപ്പോൾ എന്താ പറ്റണേ അടുക്കള ക്ലീൻ ആകാതിരിക്കും. അപ്പം നമുക്ക് സങ്കടമാകും. നമുക്ക് എന്താ പറയുക, അയ്യോ പിന്നെ ഒരു മൂഡ് ഔട്ട് ഇല്ലേ. ടെൻഷനുള്ളവർക്ക് പിന്നെയും ടെൻഷനാണ്. ഞാൻ ഭയങ്കര ടെൻഷൻകാരിയാണ്. ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആളാണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പിന്നെ വേറൊരു ടിപ്പ് ഇതേണ്ട, ഇതിങ്ങനെ ഒരു ട്രേയിൽ ഇതേ പേപ്പർ തന്നെ ഇട്ട് വെച്ചേണേ, തുണിയല്ല. പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതേ വെളിച്ചെണ്ണ, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടിയൊക്കെ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വലിയ ട്രേ ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ കിടന്ന് തപ്പണത്. കാരണം ഞാൻ മമ്മിയും കൂടി അടുക്കളയിൽ കയറുന്ന ആളാണ്. അപ്പം മമ്മി എവിടെ വെക്കണേന്ന് അറിയില്ല. ട്രേ ഒക്കെ ഞാൻ വെച്ചതൊക്കെ മമ്മി മാറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കറിക്ക് ഉപയോഗിക്കില്ലേ. അപ്പം വെളിച്ചെണ്ണ നിലത്ത് പോകില്ല. അത് വേണ്ട, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇതിൽ തന്നെ ഇരുന്നോളും. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഇതേ ഇത്രയും പേപ്പർ വിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് പേപ്പർ വിരിക്കണമെന്നല്ല ഞാൻ പറയണേ. എന്നാലും പേപ്പറൊക്കെ വിരിച്ചിട്ടാൽ വെളിച്ചെണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ നിലത്ത് വീഴില്ല. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. വേറെ നാൾ ഞാൻ പാത്രമൊക്കെ കഴുകണ കാണിച്ചു തന്നതല്ലേ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി അടുക്കള. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതണം. ഞങ്ങളുടെ അടുക്കള ഇഷ്ടമായോ എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ പേരെന്താ, നീതാസ് ഡ്രീംസ് എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, നല്ല വീഡിയോസ്, ഈ വീഡിയോ അല്ല, നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. അതുവരെ ബൈ.